മധുര സേവയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നല്ല മധുരമുള്ള എന്നാൽ കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള മധുര സേവയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവും പിന്നെ അതിലേക്ക് അരിപ്പൊടിയുമാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. 1.5 കപ്പോളം കടലമാവിലേക്ക് ഒരു 1/2 കപ്പോളം അരിപ്പൊടിയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ തന്നെ ഇതിലേക്കും കുറച്ച് ചേർക്കുക. 1 സ്പൂൺ വെള്ളം എണ്ണ ചേർക്കുക. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ കുറേശ്ശെയായി വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ സ്പൂൺ കൊണ്ട് ആദ്യം മിക്സ് ചെയ്തെങ്കിലും പിന്നീട് കൈ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തത്. ഏതാണ്ടൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ രീതിയിൽ കുറച്ച് അയവിൽ തന്നെ നമുക്കിതാ ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇത് നമ്മൾ സേവനാഴിയിലുള്ള ഒരു കുറച്ച് വട്ടമുള്ള ഒരു അച്ചിട്ടിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ സേവനാഴിയുടെ ഇതിൽ ആ അച്ചില്ല, ചെറിയ അച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചാണുള്ളത്. അതുകൊണ്ട് ഞാനിതൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മൂലതാ ഈ രീതിയിലൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ മുറിച്ചപ്പോൾ ഇത്തിരി കയറിപ്പോയി. ഇത്രയും വട്ടം വേണ്ടായിരുന്നു, കുറച്ചും കൂടി ചെറുതായിട്ട് മുറിക്കണമായിരുന്നു. ശകലം വലുതായിപ്പോയി. ഇനി നമ്മൾ തിളച്ച എണ്ണയിലേക്ക്, എണ്ണ ആദ്യം ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇത് ഇന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ്. സേവനാഴിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ ഇത് പ്രശ്നമില്ല, കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണമായിരുന്നു. ഇത് ഇച്ചിരി വണ്ണം കൂടിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി അത് നമുക്ക് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ആദ്യത്തെ സെറ്റ് ഫ്രൈ ചെയ്തു അതെടുക്കുവാണ്. ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം ഇളക്കി, അത് കുറച്ചൊക്കെ പൊട്ടിപ്പോയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പൊട്ടിച്ചാണല്ലോ എടുക്കേണ്ടത്. അങ്ങനെ ഓരോ സെറ്റായിട്ട് ഇത് മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ആ സമയത്ത് തന്നെ അടുത്ത അടുപ്പിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത അടുപ്പിൽ നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തു. അതിലേക്ക് ഒരു ഏലക്ക ഒന്ന് പൊടിച്ച് ചേർക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. എന്നിട്ടതൊന്ന് ആ പഞ്ചസാര പാനിയാക്കാനായിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യം കുറച്ച് നേരം ഇളക്കണ്ട, അത് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പതുക്കെ ഒന്ന് പൊടിച്ചു കൊടുക്കണം. കണ്ടോ, കുറച്ചൊന്ന് വണ്ണം കൂടിപ്പോയി, പക്ഷെ വേറെ പ്രത്യേകത ഒന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിവിടെ പഞ്ചസാര പാനിയും റെഡിയായി വരുന്നുണ്ട്. ഇത് ഏതാണ്ടൊരു ഒറ്റനൂൽ പരുവത്തിലാണ് നമുക്ക് ഈ സാധനം ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഫിക്സ് ചെയ്യേണ്ടത്. ഒറ്റനൂൽ പരുവമാകുമ്പോഴേക്കും നമ്മൾ ഈ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ നമ്മുടെ മധുരസേവ ഉണ്ടാക്കാനുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, ഈ ഫ്രൈ, ഇത് നമ്മളിതിലേക്ക് ചേർക്കുവാണേ. ഇപ്പോൾ ഏതാണ്ട് പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യുവാണ്. വലിയ പാത്രത്തിൽ പഞ്ചസാര എടുക്കുന്നതായിരിക്കും നല്ലത്, അപ്പോഴാണ് മിക്സ് ചെയ്യാൻ എളുപ്പം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ പഞ്ചസാര ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ചൂട് കുറയുന്നതിനനുസരിച്ച് പഞ്ചസാര നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. വെളുത്ത നിറത്തിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിവിടെ മധുരസേവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു.